മലപ്പുറം കോട്ടപ്പടി നൂറാടി പാലത്തിൽ നിന്ന് ഒരാൾ പുഴയിൽ ചാടിയതായി സംശയം. ഫയർഫോഴ്സ് തെരച്ചിൽ ആരംഭിച്ചു. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു. ഷഹദ്, എന്താണ് വിശദാംശങ്ങൾ? വേണു, അല്പസമയം മുൻപാണ് ഈ മലപ്പുറം ഈ നൂറാടി പാലത്തിൽ നിന്നും ഇത്തരത്തിൽ ഒരു യുവാവ് പുഴയിലേക്ക് ചാടിയതായിട്ട് സംശയം ഉള്ളത്. ഈ പാലത്തിന്റെ സമീപത്ത് നിന്നും ഒരു ബൈക്കും അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോണും കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ബൈക്കിലെ നമ്പർ പരിശോധിച്ച ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ് എന്നൊരു സംശയമാണ് നിലവിലെ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നത്. ഒപ്പം തന്നെ ഈ പുഴയിലേക്ക് ചാടുന്നതിന് മുൻപ് ചെരുപ്പും അതുപോലെ തന്നെ മൊബൈൽ ഫോണും ഈ ബൈക്കും ഈ സമീപത്ത് വെച്ചിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സംശയമാണ് നിലവിലെ സാഹചര്യത്തിൽ ബലപ്പെടുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ, കുടുംബവുമായിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ യുവാവിന് ചെറിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നൊരു കാര്യമാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ മലപ്പുറം അതുപോലെ തന്നെ മഞ്ചേരി ഫയർഫോഴ്സിലെ യൂണിറ്റുകൾ ഇപ്പോൾ ഈ പരിശോധന നടത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ മാനസിക ബുദ്ധിമുട്ടുള്ള ആളായതുകൊണ്ട് തന്നെ എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലേക്ക് പുഴയിലേക്ക് എടുത്ത് ചാടിയത് എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. നിലവിൽ ഇപ്പോൾ ഒരു അനുമാനം മാത്രമാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. ഈ സംഭവം നടന്നിട്ട് അധികം മണിക്കൂറുകളൊന്നും ആകുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിലെ നിഗമനം മാത്രമാണ് ഈ വണ്ടിയിലെ, അതായത് ഈ വണ്ടിയുടെ നമ്പർ പ്രകാരമുള്ള ഒരു അനുമാനം അല്ലെങ്കിൽ ഒരു നിഗമനം മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിൽ ഇവിടെ ആളുകളൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ സംഭവം അറിഞ്ഞ പശ്ചാത്തലത്തിൽ ഈ കുടുംബത്തിലുള്ള ആളുകളും അതുപോലെ തന്നെ ഇവിടേക്കൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും പരിശോധന അല്ലെങ്കിൽ ഈ പുഴയിലുള്ള തിരച്ചിൽ അത് വലിയ രീതിയിൽ ഇപ്പോഴും തുടരുകയാണ്. യുവാവിനെ സംബന്ധിച്ച് മറ്റ് കാര്യമായിട്ടുള്ള വിശദാംശങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇത്തരത്തിൽ ഈ മാനസിക ബുദ്ധിമുട്ടുള്ള ആളാണ് എന്നുള്ളൊരു കാര്യം മാത്രമാണ് നിലവിൽ ഈ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ ഫയർ യൂണിറ്റുകളുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ തിരച്ചിൽ ഇവിടെ പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് കൂടുതലായിട്ട് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു പാലമായതുകൊണ്ട് ഗതാഗതം വലിയ രീതിയിൽ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും. അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ജീവനോട് തന്നെ ഈ യുവാവിനെ ലഭിക്കും എന്നൊരു പ്രതീക്ഷയാണ് പോലീസ് വെച്ചു പുലർത്തുന്നത്. എന്തായാലും തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഷഹദ് റഹ്മാനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.